everyone, welcome to ROSHNI's Food and Life. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? സുഖാണോ? എവിടെയും കുഴപ്പമില്ല, ഞങ്ങൾ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് വന്നത് ഒരു അടിപൊളി മീൻകറിയായിട്ടാണ്. എന്ത് മീൻകറിയാണെന്ന് അറിയാം, നല്ല തേങ്ങ വറുത്തരച്ച് പുളിയൊക്കെ ഇട്ട് നല്ലൊരു സൂപ്പർ മീൻകറിയായിട്ട് വന്നത്. പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ വായിൽ വെള്ളം വന്നില്ലേ അല്ലേ? അത് തന്നെ, നല്ല മീനൊക്കെ നല്ല നമുക്ക് നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, എന്നാൽ അധികം പണിയൊന്നുമില്ല, തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കേണ്ട ഒരു ചെറിയ പണിയൊക്കെ ഉള്ളു. ബുദ്ധിമുട്ടിയാൽ മാത്രമല്ല നമുക്ക് നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പം നിങ്ങൾ റെഡിയാണോ? എന്നാൽ ശരി, നമുക്കൊന്ന് നോക്കിയേക്കാം എങ്ങനെ ഈ കറി ഒന്ന് ഉണ്ടാക്കുന്നതെന്ന്. ഇപ്പോൾ നമ്മുടെ വറുത്തരച്ച മീൻ കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഏകദേശം അര കിലോ മീൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഓലമീനാണ് എടുത്തിരിക്കുന്നത്. ഞാൻ വിനാഗിരിക്കകത്ത് നന്നായിട്ട് കഴുകിയെടുത്ത മീനാണിത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങയാണ്. ഞാനിവിടെ ഒരു ബൗളിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഉലുവാപ്പൊടി. ഞാനിവിടെ കുടംപുളിയാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പം കുടംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഓരോരുത്തരുടെയും വീട്ടിലെ കുടംപുളിയുടെ പുളി വ്യത്യാസം കാണും. അപ്പം അതനുസരിച്ച് വേണം നിങ്ങൾ പുളി ചേർക്കാൻ. ഞാനിവിടെ 2-3 പുളി എടുത്ത് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ നമ്മുടെ ചുമന്നുള്ളി, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. കടുക് വറുക്കാനായിട്ട് ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കടുക്, ഉപ്പ്, വെള്ളം, ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ നമ്മുടെ മീൻ അടുക്കിയിട്ടുണ്ട്. ആദ്യം എൻ്റെ കറിവേപ്പിലയുടെ തണ്ട് വെച്ച്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് കറിവേപ്പിലയുടെ തണ്ട് വെച്ച് എന്നിട്ട് മീൻ അടുക്കി അതിൻ്റെ പുറത്ത് ഞാൻ പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുടംപുളി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും വിതറി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ഉലുവാപ്പൊടിയാണ്. കുറച്ച് ഉലുവാപ്പൊടി ആഡ് ചെയ്തെടുക്കുക. ഞാൻ വളരെ കുറച്ച് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ, കാരണം നമ്മൾ തേങ്ങ വറുത്തരച്ച് വെക്കുന്നത് കൊണ്ട്. കുടംപുളി നല്ല മുളകിട്ട് വെക്കുമ്പോഴാണ് ഉലുവാപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ മീൻ ചട്ടിയിൽ നല്ല ഭംഗിയായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ അരപ്പ് ഉണ്ടാക്കി എടുക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അവിടെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു ഷെയ്ഡാവും, നല്ലൊരു ബ്രൗൺ കളർ ആവുന്നതിന് വരെ നമുക്കിതിനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നല്ലൊരു ബ്രൗൺ കളർ ആവണം. കരിഞ്ഞു പോരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ മീൻകറിക്ക് ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും, ഒരു കരി ടേസ്റ്റ് വരും. അത് കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും, പിന്നെ കൈ എടുക്കാനേ പാടില്ല, എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ, നല്ലൊരു ബ്രൗൺ കളർ ആവണം. അപ്പൊ നല്ല മീൻകറി നല്ല ബ്രൗൺ കളറിലിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. തേങ്ങ മൂപ്പിക്കുന്നത് ഒരു ഏറ്റവും വലിയ കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം എല്ലാവരും ചെയ്യാൻ. അങ്ങനെ നമ്മുടെ തേങ്ങ നല്ല ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? നല്ല ബ്രൗൺ ആയിട്ടുണ്ട്, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തേങ്ങ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. നല്ല എരിവുള്ള കറിയാണ് കേട്ടോ ഇത്. കൂടുതൽ തന്നെ മല്ലിപ്പൊടിയും ചേർക്കുകയാണ്. 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തതായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. നമ്മൾ മീൻ അടുക്കിയ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തായിരുന്നല്ലോ, അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. കരിഞ്ഞു പോരുത് പൊടി, അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. നമ്മൾ ഓഫ് ചെയ്തത് കാരണം കരിയാൻ സാധ്യതയില്ല. എന്നാലും നല്ല ചൂട് കാണും തേങ്ങയ്ക്ക്, അത് തന്നെ മതി നമ്മുടെ മുളക് പൊടിയൊക്കെ മൂത്ത് കിട്ടാനായിട്ട്. നമ്മുടെ മുളക് പൊടി നല്ല മൂത്തിട്ടുണ്ട്. കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? നല്ല ബ്രൗൺ കളറിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല മൂത്ത് മണം വരുന്നുണ്ട്. നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി തീ ഓഫ് ചെയ്തിട്ടേക്കുവാണ്. ഇതിന്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തരി ഒട്ടും കാണാൻ പാടില്ല. നമ്മുടെ തേങ്ങയുടെ ഒരു തരി ഇല്ലാത്ത പോലെ നന്നായിട്ട് അരച്ചെടുക്കാം. നമുക്കത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഞാൻ നമ്മുടെ തേങ്ങയുടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമാണെങ്കിൽ മിക്സറിലിട്ട് വെള്ളം ഒഴിക്കാതെ ഒന്ന് പൊടിക്കും. പൊടിച്ചതിന് ശേഷമാണ് ഞാൻ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഫൈനായിട്ട് കിട്ടാൻ എളുപ്പമാണ്. വെള്ളം ചേർക്കാതെ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ അത് നല്ല പൊടിയായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല തേങ്ങയുടെ തരിയൊന്നുമില്ല, നല്ല പൊടിയായിട്ടുണ്ട്. ഈ പൊടിയിലേക്ക് വേണം നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാൻ. നമുക്കിനി വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം. നമ്മുടെ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്ന നല്ല ഒരു തരി പോലും ഇല്ലാതെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം കൂടെ ചട്ടിയിൽ മിക്സ് ചെയ്യാം. നമ്മൾ ചട്ടിയിൽ മീൻ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വഴറ്റുന്നൊന്നുമില്ല, ഡയറക്റ്റ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് പതുക്കെ ചേർത്ത് കൊടുക്കാം. നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അത് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കണ്ടോ. അപ്പം നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, കാരണം നമുക്ക് തരിയൊന്നും കിട്ടത്തില്ല കഴിക്കാൻ. അരപ്പെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതുവരെ ഉപ്പൊന്നും ചേർത്തില്ലായിരുന്നു, നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മീനിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്പൂൺ ഇടില്ലല്ലോ, അപ്പം പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ചുറ്റിച്ച് നമുക്ക് കറക്കി എടുക്കാം. നന്നായിട്ട് കറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. വെച്ചിട്ടുണ്ട്.
ഇതിന്റെ പുറത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും ഇട്ടുന്നുണ്ട്. കറിവേപ്പില എൻ്റെ വീക്ക്നെസ് ആണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഞാൻ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കും. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല ബ്രൗൺ കളറായിട്ടില്ലേ. നമുക്കിനി ഒന്ന് വേവിച്ചെടുക്കാമേ. നമ്മുടെ മീൻകറിയുടെ ഓൾമോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ല ചാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. നല്ല ചാറൊക്കെ നല്ല കുറുകിയാണ്, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ആ തേങ്ങയിൽ നിന്നൊക്കെ വെളിച്ചെണ്ണയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, എണ്ണയൊക്കെ നമ്മൾ കാരണം എണ്ണ ഒട്ടും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. എന്നിട്ട് മേളിൽ കുറച്ച് എണ്ണയൊക്കെ പോയിക്കൊണ്ട് തേങ്ങയിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അത് നമ്മൾ ഇതിനകത്ത് ഇനി ഒരു പണിയും കൂടെ ബാക്കിയുണ്ട്. നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തൊഴിക്കണം. അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ വറുത്തരച്ച് നല്ല കിടുക്കാച്ചി മീൻകറി റെഡി ആയിരിക്കും. നമുക്കിനി കടുക് വറുത്തെടുക്കാം. ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ വേറെ എണ്ണയൊന്നും ഇതുവരെ ചേർത്തിട്ടില്ല. ഞാനൊരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവട്ടെ, നന്നായിട്ട് നിർത്താം. കരിഞ്ഞു പോയില്ല കേട്ടോ. ഇവിടെ നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മുടെ ഫ്ലെയിം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നുണ്ട്. നല്ല കാറ്റടിക്കുന്നുണ്ട്, വിൻഡോയിൽ കൂടെ കാറ്റ് നന്നായിട്ട് കയറി വരുന്നുണ്ട്. അതുകൊണ്ട് ഫ്ലെയിമിനകത്ത് ചെറിയൊരു ഇതുണ്ട്, ഡിസ്റ്റർബൻസ് ഉണ്ട്. ഇവിടെ ഉള്ളി ഇങ്ങനെ നല്ല മൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെയായി വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഉള്ളിലേക്ക് നല്ല മൊരിഞ്ഞ് വരുന്നുണ്ട്, ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയി വരുന്നുണ്ട്. നമുക്കിത് നമ്മുടെ മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ. നമുക്ക് നമ്മുടെ കടുക് വറുത്ത് മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതേ നമ്മുടെ തേങ്ങ വറുത്തരച്ച അടിപൊളി നമ്മുടെ മീൻകറി റെഡി ആയിരിക്കുകയാണ്. നല്ല മണമാണ്. കടുക് വറുത്തത് അങ്ങോട്ട് ഒഴിച്ചപ്പോഴത്തേക്കും നല്ല മഴ. എൻ്റെ അമ്മോ സൂപ്പർ. ചോറൊക്കെ കഴിക്കാൻ പൊളി സാധനമാണ് കേട്ടോ. നമ്മുടെ തേങ്ങ വറുത്തരച്ച മീൻകറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതേ കണ്ടോ, നല്ല രസമാണ്. നല്ല ഡാർക്ക് ബ്രൗൺ കളറിൽ ഇരിക്കുന്നുണ്ടോ. നിങ്ങൾക്ക് നല്ല മൂത്തതിൻ്റെ ഒരു ലക്ഷണമാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി. ഭംഗി മാത്രമല്ല, നല്ല അടിപൊളി ടേസ്റ്റുമാണ് കഴിക്കാൻ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ, അധികം പാടൊന്നുമില്ലല്ലോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം ചോറിന് പിന്നെ വേറെ കറിയൊന്നും വേണ്ട, ഇത് മാത്രം മതി, നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം. ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കാണുന്നില്ലേ, അതോടൊന്ന് പ്രസ് ചെയ്തിട്ട് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു വെറൈറ്റി റെസിപ്പിയായിട്ട് ഞാൻ വേഗം വരാം. അതുവരെ ബൈ.